Good morning. Welcome to today's English class. How are you all? Hope you all are doing well. Okay, what about the homeworks that I gave? Have you completed the homeworks? Could you complete the story of the fox and the crow? Okay, so now in today's class we are moving to activity number 7. So take your textbook, open it, take page number 44. Activity number 7. In activity number 7, you can see a picture story. What do you mean by a picture story? Yes, we can both read and see the visualization, isn't it? So we can understand even just looking into the pictures only. അല്ലേ, ഒരു പിക്ചർ സ്റ്റോറിയുടെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ആ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് ആ കഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Who are the main characters here? Just look into the pictures. Yes, the rat and the lion. So shall we go to the story? Okay, look into the cartoons. Fill in the bubbles and frame a story. We are asked to construct some dialogues for lion and rat. ലയണിൻ്റെയും റാറ്റിൻ്റെയും ചില ഡയലോഗുകൾ ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മളത് വായിച്ചു നോക്കി, പിക്ചർ നോക്കി അതിനനുസരിച്ച് ഡയലോഗുകൾ കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോങ് എഗോ എ ലയൺ ലിവ്ഡ് ഇൻ എ ഫോറസ്റ്റ്. പണ്ട് ഒരു ഫോറസ്റ്റിൽ ഒരു ലയൺ താമസിച്ചിരുന്നു. വൺ ഡേ ഹി ഫെൽറ്റ് വെരി ടയേർഡ് ആൻഡ് ഫെൽ അസ്ലീപ്. ഒരു ദിവസം ഒരുപാട് ക്ഷീണം തോന്നി കിടന്നുറങ്ങുകയായിരുന്നു. A mouse came there and started disturbing the lion. പെട്ടെന്ന് ഒരു മൗസ് ഇടയിൽ കയറി വന്ന് ആ ലയനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി അടുത്ത ഡയലോഗുകൾ മുതൽ അവിടെ മിസ്സിംഗ് ആണ്. ഡയലോഗുകൾ എന്ന് നിങ്ങൾക്ക് അറിയാം, എന്നാലും പോസിബിൾ ഡയലോഗ്സ് ചില ഡയലോഗുകൾ ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ നോക്കി വേറെ ഡയലോഗാണ് നിങ്ങൾക്ക് എഴുതാൻ തോന്നുന്നത് എങ്കിൽ അതും എഴുതാം. So, one thing you have to take care of, that is, if you are writing on your textbook, write with only pencils. Okay? Then only you can rub if you make any mistakes. മനസ്സിലായോ? പെൻസിൽ കൊണ്ട് തന്നെ എഴുതാം. ശരിയാക്കിയതിന് ശേഷം മാത്രം പെൻ വെച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി, നോട്ട് ബുക്കിലേക്ക് കോപ്പി ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ടീച്ചർ ആദ്യത്തെ ഡയലോഗ് എഴുതിയിരിക്കുന്നത്, ലയൺ ഐ വിൽ കിൽ യു ലിറ്റിൽ ക്രീച്ചർ. ഞാൻ ഇനിയിപ്പോൾ തന്നെ കൊല്ലും. I will kill you, little creature. Our lion is very angry. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? അതിനുശേഷം റാറ്റ് അപ്പം എന്താ പറയുന്നത്? നമ്മുടെ മൗസിന് he became scared. പേടിച്ചു പോയി അല്ലേ? എന്ത് പറയും? Pardon, O king. Pardon എന്ന് പറഞ്ഞാൽ ക്ഷമിക്കൂ, അല്ലയോ രാജാവേ, എന്നോട് ക്ഷമിച്ചാലും. If you spare my life, I will surely repay your kindness. എന്നെ വെറുതെ വിട്ടാൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങയുടെ ഈ ദയയ്ക്ക് പകരം എന്തെങ്കിലും ഒരു ഉപകാരം ഞാൻ തിരിച്ചു ചെയ്യുന്നതായിരിക്കും എന്നാണ് ഒരു ഡയലോഗ് ടീച്ചർ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡയലോഗാണ് തോന്നുന്നതെങ്കിൽ അത് എഴുതാം കേട്ടോ. അപ്പോൾ റാറ്റ് പറയാണ്. അപ്പോൾ അവിടെ ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ആ എലിയെ വെറുതെ വിടുന്ന കിങ്ങിനെ നമുക്ക് കാണാം. അപ്പോൾ റാറ്റ് പറയാണ്, താങ്ക് ഗോഡ് ഐ ആം സ്പെയർഡ്. ഹൗ, ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വേണമെങ്കിൽ എഴുതാം, ഓ മൈ ഗോഡ്, അല്ലെങ്കിൽ താങ്ക് യു, ഐ ഗോട്ട് മൈ ലൈഫ് ബാക്ക്. എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പൊ ലയൺ പോകുന്നതിന് മുമ്പ് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടില്ലേ അവിടെ പിക്ചർ? ഹേയ്, ഡോണ്ട് ഫോർഗെറ്റ് യുവർ പ്രോമിസ്. നീ നിന്റെ പ്രോമിസ് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കാം, യു സില്ലി ക്രീച്ചർ, ഇത്രയും നിസ്സാരനായ ജീവിയോ, വിൽ യു ഹെൽപ് മീ, നീ എന്നെ സഹായിക്കോ? ജസ്റ്റ് ഗോ അവേ, വേഗം അവിടെ നിന്ന് പൊക്കോ. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ കഥയെ മാറ്റി എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. ഇത്രയും ഡയലോഗ്സ് ആണ്, 4 ഡയലോഗ് ടീച്ചർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ കഥയുടെ ബാക്കി ഭാഗം പിക്ചറുകൾ നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. വിൽ യു ഡു ഇറ്റ്? ഓക്കെ ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു അവർ നെക്സ്റ്റ് പോയിട്രി, ദാറ്റ് ഈസ് The Owl and the Pussycat by Edward Lear. Before entering into the poetry, I just want to introduce the poetry. നമുക്ക് പോയിറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത്തിലേക്ക് കടക്കാം. എഡ്വേർഡ് ലിയർ
was a traveler, a writer, and an artist. At the age of 13, he started to earn money by sketching birds. അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നതിന് പുറമെ ഒരു തികഞ്ഞ ആർട്ടിസ്റ്റായിരുന്നു. തൻ്റെ 13-ാമത്തെ വയസ്സ് മുതൽ തന്നെ പക്ഷികളുടെ പടം വരച്ചുകൊണ്ട് അദ്ദേഹം സമ്പാദിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. 15-ാമത്തെ വയസ്സിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ തൻ്റെ കരിയർ അദ്ദേഹം ഉറപ്പിക്കുക കൂടി ചെയ്തു. സുവോളജിക്കൽ പാർക്കിലും മ്യൂസിയത്തിലുമൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ഈ പക്ഷികളുടെ പടങ്ങൾ വരച്ചുകൊണ്ടാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ പോയിട്രികളെ നോൺസെൻസ് പോയിട്രീസ്, അദ്ദേഹത്തിന്റെ മാത്രമല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നോൺസെൻസ് പോയിട്രീസ് വിഭാഗത്തിൽപ്പെടുന്ന പോയിട്രീസ് ആണ് എഡ്വാർഡ് ലെയർ കൂടുതലായും എഴുതിയിരുന്നത്. നോൺസെൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ തത്വമൊന്നും നമ്മളെ പഠിപ്പിക്കാതെ നമ്മളെ ഒന്ന് ചിരിപ്പിക്കാനും ഒന്ന് ആസ്വദിക്കാനും തരത്തിലുള്ള പോയിട്രീസ് ആണ് നോൺസെൻസ് പോയിട്രീസ്. ആ വിഭാഗത്തിൽപ്പെടുന്ന പോയിട്രിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, ദ ഓൾ ആൻഡ് ദ പുസ്സിക്കാറ്റ്. അദ്ദേഹം ഇത്തരത്തിലുള്ള പോയിട്രീസ് എഴുതുന്നത് കൊണ്ട് ഹി ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് നോൺസെൻസ്. നോൺസെൻസിന്റെ ഫാദർ എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. സോ ഷാൽ വി മൂവ് ടു പോയിട്രി? ആർ യു റെഡി ടു എൻജോയ് ദ പോയിട്രി? I am sure you all will enjoy the poetry because it's a very humorous poetry. So take your textbook, page number 45, The Owl and the Pussycat. Just look at the picture. What do you see in the picture? Who all are there in the picture? Yes, the two main characters in the poetry is there in the picture, the owl and the pussycat. What are they doing? Yes, they are in a boat. They are going somewhere. What all things are there in their boat? Can you see? Yes, honey is there. What is the owl doing? What is in owl's hand? A guitar is there. So the poetry will be very fun. Okay. Stories can also be in the form of songs and poems. പോയിട്രിയുടെ രൂപത്തിലും നമുക്ക് കഥകൾ വായിക്കാൻ സാധിക്കും. Now listen to a poem that tells the story of an owl and a pussycat. നമുക്ക് ഓളിന്റെയും പുസ്സിക്കാറ്റിന്റെയും ഒരു കഥ പോയിട്രി രൂപത്തിൽ പഠിക്കാം. ചില ചോദ്യങ്ങൾ തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. What do you think the cat and the owl are going to do? അവരെന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? Okay. Where are they going? എവിടെ ആയിരിക്കും പോകുന്നുണ്ടാവുക? Why they are going? If you want to know the answers, we have to read the poetry. Listen while I am reading. Look into your own textbooks. The Owl and the Pussycat by Edward Lear. The owl and the pussycat went to the sea in a beautiful pea green boat. They took some honey and plenty of money, wrapped up in a 5-pound note. The owl looked up to the stars above and sang to a small guitar. Oh, lovely kitty, oh kitty, my love, what a beautiful kitty you are, you are, what a beautiful kitty you are. What do you understand by the first stanza? Stanza എന്താണ് ഓർമ്മിക്കേണ്ടതില്ലല്ലോ അല്ലേ? So we can just go through the first stanza of the poetry. The owl and the pussycat went to the sea. ഓളും പുസിക്കാറ്റും എവിടേക്കാണ് പോയത്? They went to the sea. ആ കടലിലേക്കാണ് പോയത്. In a beautiful pea green boat. എങ്ങനെയുള്ള ബോട്ടിലാണ് അവർ പോയത്? What's the color of the boat? ആ ബ്യൂട്ടിഫുൾ pea green boat. ചെറുപയറിന്റെ ഗ്രീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഗ്രീൻ കളറിലുള്ള ഒരു ബോട്ടില് കടൽ മാർഗേണ യാത്ര ചെയ്യുകയാണ് നമ്മുടെ ഓളും പുസിക്കാറ്റും. They took some honey and plenty of money. വെറും കൈയോടെയാണോ യാത്ര ചെയ്യുന്നത്? അല്ല, എന്തൊക്കെ എടുത്തിട്ടുണ്ട് കൂടെ? Took some honey. ഒരു ഹണി ബോട്ടിൽ ഉണ്ട്. And plenty of money. ധാരാളം കെട്ടുകണക്കിന് പണവും മണിയും ഹണിയും കൊണ്ടാണ് അവരുടെ യാത്ര. Wrapped up in a 5-pound note. ഇനി എന്തിലാണ് ഇതെല്ലാം പൊതിഞ്ഞെടുത്തിട്ടുള്ളത്? അതും നോട്ടിലാണ്. അത്രയ്ക്ക് പൈസക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. They are very rich.
So they wrapped all their honey and the money in a pound note, in a 5-pound note. 5 പൗണ്ടിന്റെ നോട്ടിലാണ് ഇവരുടെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. That means they are very rich. They all looked up to the stars above. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓളിന് ഒരു പാട്ട് പാടണമെന്ന് തോന്നി. So he took his guitar, തന്റെ ഗിറ്റാർ കയ്യിലെടുത്തു, and look at the stars above. തന്റെ സ്റ്റാറുകളെ, മുകളിലെ സ്റ്റാറുകളെ, നക്ഷത്രങ്ങളെ നോക്കി നമ്മുടെ ഓള് പാട്ട് പാടാൻ തുടങ്ങി. Oh lovely kitty, oh kitty my love. ആരാണ് കിറ്റി? നമ്മുടെ ഓളിന്റെ ലവറാണ് കിറ്റി. ഒരു പൂച്ചയും ഒരു മൂങ്ങയും ഒരു പ്രണയത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര രസകരമായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ പൂച്ചപ്പെണ്ണിനോട് നമ്മുടെ മൂങ്ങച്ചേട്ടൻ പാട്ട് പാടി കൊടുക്കണം. എന്താണ് പാട്ട്? Oh lovely kitty, oh kitty my love. Oh my love, you are my love. What a beautiful kitty you are. നീ എത്ര സുന്ദരി പൂച്ചയാണ് അല്ലേ? You are. What a beautiful kitty you are. എത്ര സൗന്ദര്യമുള്ള ഒരു കിറ്റിയാണ്. Understood? So shall we move to the next stanza? Okay. The kitty said to the owl, you elegant fowl, how charmingly sweet you sing. Oh, let us be married, too long we have tarried. But what shall we do for a ring? They sailed away for a year and a day, to the land where the bong tree grows, and there in a wood a piggy wig stood, with a ring at the end of his nose, with a ring at the end of his nose. So do you want to know the replay of the kitty? Okay. The kitty said to the owl. ഈ പാട്ട് കേട്ട് നമ്മുടെ കിറ്റിപ്പൂച്ച ഓളിന് മറുപടി കൊടുക്കണം. ഓ എലഗന്റ് ഫൗൾ. എലഗന്റ് മീൻസ് ബ്യൂട്ടിഫുൾ. അല്ലയോ എന്റെ സുന്ദരനായ മൂങ്ങച്ചേട്ട അല്ലേ? ഓൾ. ഫോൾ, FOWL, ഫോൾ എന്ന് പറഞ്ഞാൽ ബേർഡ് എന്ന് തന്നെയാണ് അർത്ഥം. ഓ മൈ ഡിയർ ബ്യൂട്ടിഫുൾ ബേർഡ്. എന്റെ മനോഹരനായ പക്ഷി ശ്രേഷ്ഠ എന്നാണ് നമ്മുടെ കിറ്റി വിളിക്കുന്നത്. How charmingly sweet you sing. How beautifully you are singing. എത്ര മനോഹരമായാണ് നിങ്ങൾ പാട്ട് പാടുന്നത്. Oh, let us be married. I cannot wait anymore. എനിക്കിനിയും കാത്തിരിക്കാനായിട്ട് പറ്റില്ല. We have to be married. നമുക്ക് എത്രയും വേഗം കല്യാണം കഴിക്കണം. Too long we have tarried. Tarried means waited. എത്രയോ കാലമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് വേഗം തന്നെ കല്യാണം കഴിക്കണം. But what shall we do for a ring? പക്ഷേ കല്യാണ മോതിരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? They sailed away for a year and a day. അവർ എത്ര കാലമാണ് സെയിൽ ചെയ്തത്? എത്ര കാലമാണ് കപ്പലിലൂടെ അവർ യാത്ര ചെയ്തത് ഒരു റിങ്ങിന് വേണ്ടി? A year and a day. ഒരു വർഷവും ഒരു ദിവസവും എടുത്താണ് അവർ അവസാനം എവിടെ എത്തിച്ചേർന്നത്? To the land where the bone tree grows. Bone trees. ഇതിൽ മെയ്ഡ് അപ്പ് വേർഡ്സ് ഒരുപാട് കാണാം. മെയ്ഡ് അപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് ലിയർ തന്റെ പോയിട്രിക്ക് ഭംഗി കൂട്ടുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത ചില വാക്കുകൾ ഈ പോയിട്രിയിൽ കാണാം. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബോൺ ട്രീ. അദ്ദേഹത്തിന്റെ ഭാവനയിലുള്ള ഒരു മരമാണത്. അപ്പോൾ ബോൺ ട്രീസ് ഒരുപാട് വളർന്നു നിൽക്കുന്ന ഒരു ലാൻഡില് ഒരു വർഷവും ഒരു ദിവസവും കഴിഞ്ഞപ്പോൾ അവര് എത്തിച്ചേർന്നു. അപ്പോ അവിടെ എന്ത് കണ്ടു? And there in a wood a piggy wig stood. അവിടെ ഒരു മരത്തിൽ ആരെ കണ്ടു? ഒരു പിഗിനെയാണ് കണ്ടത് അല്ലെ? ഒരു ചെറിയ ഒരു വലിയ പന്നിയെയാണ് അവര് കണ്ടത്. And there in a wood a piggy wig stood with a ring at the end of his nose. എന്തായിരുന്നു നമ്മുടെ പിഗിന്റെ പ്രത്യേകത? There was a ring at the end of his nose. നമ്മുടെ പന്നിയുടെ മൂക്കിന്റെ അറ്റത്തായിട്ട് ഒരു റിങ്ങും ഉണ്ടായിരുന്നു. With a ring at the end of his nose. നമുക്ക് third stanzയിലേക്ക് പോകാം. Dear pig, are you willing to sell for 1 shilling? Your ring, said the piggy, I will.
So they took it away and were married next day by the turkey who lives on the hill. They dined on mince and slices of quince, which they ate with a rinsable spoon. And hand in hand on the edge of the sand, they danced by the light of the moon. The moon, they danced by the light of the moon. So what happened? Yes, dear pig. So our owl and the pussycat asked to the pig, will you give your ring? Dear pig, are you willing to sell for 1 shilling? നീ വെറുതെ ഒന്നും നിന്റെ റിങ് തരണ്ട. For 1 shilling. ഷില്ലിംഗ് എന്താണെന്ന് തൊട്ട് പിന്നിലത്തെ പേജിൽ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ. ഷില്ലിംഗ്, എ യൂണിറ്റ് ഓഫ് മണി യൂസ്ഡ് ഇൻ ബ്രിട്ടൻ അണ്ടിൽ 1971. 1971 വരെ ബ്രിട്ടനിൽ ഉപയോഗിച്ചിരുന്ന ഒരു നാണയമാണ് എന്താ, യൂണിറ്റ് ഓഫ് മണിയാണ് ഷില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര രൂപയാണ് വാഗ്ദാനം ചെയ്തത്? ഫോർ 1 shilling. 1 shillingന് നീ നിന്റെ റിങ് വിൽക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോ പിഗ് എന്ത് മറുപടി പറഞ്ഞു? ഐ വിൽ. അതിനെന്താ, ഞാൻ തരാലോ. സോ ദേ ടുക്ക് ഇറ്റ് അവേ. അവരപ്പോ തന്നെ അത് എടുത്തുകൊണ്ട് പോയി. ആൻഡ് വർ മാരീഡ് നെക്സ്റ്റ് ഡേ. തൊട്ടടുത്ത ദിവസം തന്നെ അവര് വിവാഹിതരായി. ബൈ ദ ടർക്കി ഹു ലിവ്സ് ഓൺ ദ ഹിൽ. ആരെങ്കിലും കല്യാണം നടത്തി കൊടുക്കാൻ വേണം അല്ലെ? അപ്പൊ ആരാണ് ഇവിടെ കല്യാണം നടത്തി കൊടുത്തത്? ബൈ എ ടർക്കി. ടർക്കി കോഴി നിങ്ങൾ കേട്ടിട്ടില്ലേ? Who lives on the hill. ഒരു മലമുകളിൽ താമസിച്ചിരുന്ന ഒരു ടർക്കി കോഴിയാണ് അവിടെ കല്യാണം നടത്തി കൊടുത്തത്. They dined on mince and slices of quince. So after the marriage we have a custom, we will have dinner. അല്ലേ? നമ്മൾ ഭംഗിയുള്ള അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ, we will have some food. അല്ലേ? കല്യാണത്തിന് ശേഷം നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിലും ഗംഭീരമായ സദ്യ ഉണ്ടായിരിക്കും. ഇവരുടെ കല്യാണ ശേഷവും ഇവർ എന്തൊക്കെയാണ് കഴിച്ചത്? They dined on mince. Mince means meat. ഇറച്ചി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. And slices of quince. Quince is a type of fruit, a yellow color fruit. ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ഫ്രൂട്ടിന്റെ പേരാണ് quince, which they ate with a rinsable spoon. That is also a word coined by Edward Lear. എഡ്വേർഡ് ലെയർ നമ്മുടെ ബോങ് ട്രീ പോലെ അദ്ദേഹം ഉണ്ടാക്കിയ മറ്റൊരു വേർഡാണ് റിൻസിബിൾ സ്പൂൺ. എന്താണ് അതിന്റെ അർത്ഥം? താഴെ കൊടുത്തിട്ടുണ്ട്. കോയിൻഡ് ബൈ എഡ്വേർഡ് ലെയർ. കോയിൻഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത്. എഡ്വേർഡ് ലെയർ ഉണ്ടാക്കിയ ഒരു വാക്കാണത്. എ 3 prolonged fork curved like a spoon and having a cutting edge. അതായത് കട്ടിംഗ് ആയിട്ടുള്ള, അതായത് ഫോർക്കും സ്പൂണും നമ്മുടെ നൈഫും കൂടി ചേർന്ന രൂപത്തിലുള്ള ഒരു ആയുധം. അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഭക്ഷണം കഴിച്ചത്. Which they ate with a rinsable spoon and hand in hand on the edge of the sand. അപ്പോൾ ഭംഗിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൈകളൊക്കെ കോർത്ത് പിടിച്ചുകൊണ്ട് മണൽ തിട്ടയുടെ അടുത്ത് നിന്നുകൊണ്ട് they danced by the light of the moon. അപ്പൊ രാത്രി ആയിട്ടുണ്ട്, ഡിന്നറാണ് കഴിച്ചത് അല്ലേ? ഡിന്നർ എപ്പോഴാണ് കഴിക്കുക? രാത്രി. അപ്പൊ രാത്രിയില് നമ്മുടെ ചന്ദ്രന്റെ പ്രകാശത്തിന്റെ തൊട്ട് താഴെ നിന്നുകൊണ്ട് മണൽത്തിട്ടയിൽ നിന്നുകൊണ്ട് മനോഹരമായി രണ്ടുപേരും വിവാഹശേഷം നൃത്തം ചെയ്യാനായിട്ട്. സോ ദേ ഓൾ ഹാപ്പി. ഇറ്റ്സ് എ ഹാപ്പി എൻഡിങ്. ഡു യു എൻജോയ് ദ പോയിട്രി? നിങ്ങൾക്ക് ഈ പോയിട്രി ഇഷ്ടപ്പെട്ടോ? Hope you all enjoyed the poetry. Read the poetry twice and try to find out the questions just below. അതിന്റെ തൊട്ട് താഴെ ചില ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു. സോ അതിന് ഉത്തരങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കും. വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ പോയിട്രി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ റൈറ്റ് ദ ആൻസേഴ്സ് ഓൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. ആൻസറുകൾ കണ്ടുപിടിക്കുക, അതിന്റെ തൊട്ട് താഴെ എഴുതുക. Hope you enjoyed today's class. So we can meet in the next class. Thank you.